മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു കെമിസ്ട്രി എക്സാം? തകർത്തോ? കൂടുതൽ ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ സാറുമാര് പഠിപ്പിച്ച നൈറ്റ് ക്ലാസ്സും ക്ലാസ്സും ഇതൊക്കെ കൂടി കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും എഴുതാൻ പറ്റിയതാണ് എനിക്ക് തോന്നുന്നത്. സാറ് ചെയ്ത പ്രീവിയസ് ഇയർ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതും അതിൽ നിന്നൊക്കെ കുറെ ചോദ്യങ്ങൾ വന്നു. അത് എഴുതാൻ പറ്റി. നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇപ്രാവശ്യം വന്നത്. പിന്നെ ക്ലാസ്സിലെടുത്ത മിക്ക ക്വസ്റ്റ്യൻസും വന്നിരുന്നു. അപ്പോൾ ഈ റിവിഷൻ ക്ലാസ്സിൽ എത്ര തവണയാണ് കെമിസ്ട്രി റിവൈസ് ചെയ്തെന്നറിയില്ല. ഒരു മിക്കവാറും 3 തവണ എന്തായാലും റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലാസ്സുകളായിരുന്നു. പിന്നെ അതീ പറഞ്ഞ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും വന്നൊരു ടീച്ചർമാരും അതേപോലെ തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു നന്നായിട്ട് തന്നെ ബോർഡ് എക്സാം എഴുതാൻ പറ്റി. വളരെ നല്ലൊരു എക്സാം ആയിരുന്നു. അതിന് തന്നെ പേപ്പർ ഈസി ആയിരുന്നു. ഈസി അല്ല, എന്നാൽ ഒരു ആവറേജ് ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞത് മിക്ക ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു, പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ടാണ് വന്നത്. സാധാരണ വേറെ പ്ലാറ്റ്ഫോമൊക്കെ നമ്മളിപ്പോൾ യൂട്യൂബിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ പറഞ്ഞു പോകത്തുള്ളായിരുന്നു. പക്ഷേ ഈ വിന്നേഴ്സിൽ എടുത്ത എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെ കവർ ചെയ്ത് പോയത് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം എഴുതാൻ പറ്റിയായിരുന്നു. എക്സാംസ് ഒക്കെ നന്നായിട്ട് എഴുതാൻ പറ്റി. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 3 സാറുമാരാണ്. അസർ സാറ്, ബൈജു സാറ്, സഞ്ജയ് സാറ്. നിങ്ങൾ പറഞ്ഞ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും എക്സാം പേപ്പറിൽ വന്നു. ഞാനാണെങ്കിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലസ് 2 എക്സാംസ് ഒക്കെ ഭയങ്കര ടഫായിരുന്നല്ലോ. അപ്പോ എന്ത് ഓപ്പൺ ചെയ്താലും ഈ പ്ലസ് 2 എക്സാംസ് ഭയങ്കര ടഫാണെന്നൊക്കെയായിരുന്നു വരുന്നുണ്ടായിരുന്നു. അപ്പൊ കോൺഫിഡൻസ് ഒക്കെ അപ്പൊ തന്നെ പോയിണ്ടായിരുന്നു. പക്ഷെ അപ്പൊ കേറി. പക്ഷെ ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ പറയണ ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നു. പക്ഷെ അത് വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് 31 ലാസ്റ്റ് ക്വസ്റ്റ്യൻ 4 മാർക്സിന്റെ ആയിരുന്നു. അതാണ് ഞാൻ ഒട്ടും പഠിക്കാത്ത ക്വസ്റ്റ്യൻ ആണ്. അതെനിക്ക് തോന്നുന്നു ബൈജു സാറാണ് ഞാൻ തോന്നുന്നു. അത് സിമ്പിളായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഷോർട്ട് ആക്കിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നന്നായിട്ട് എഴുതാൻ പറ്റും. സോ സ്പെഷ്യൽ താങ്ക്സ് ടു വിന്നേഴ്സ് ആൻഡി. ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ആവറേജ് ലെവലായിരുന്നു. അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല, എന്നാൽ ടഫ് ആയിരുന്നില്ല അത്ര. പിന്നെ വിന്നേഴ്സിന്റെ ക്ലാസ് ഉണ്ടായിരുന്ന കാരണം സാറുമാരെല്ലാവരും അത്യാവശ്യം സപ്പോർട്ട് ചെയ്ത കാരണം നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ട് എക്സാം എഴുതാൻ പറ്റി. ഡെയിലി എക്സാം ഉണ്ടായിരുന്ന കാരണം എല്ലാം നന്നായി പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എക്സാം ടൈമിൽ അത്യാവശ്യം സ്ട്രെസ് ചെയ്യാണ്ട് എല്ലാം സെറ്റാക്കി പഠിച്ചു പോകാൻ പറ്റി. പിന്നെ എക്സ്പെരിമെന്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എക്സ്പെരിമെന്റ് ആയിരുന്നത്. അത് സാറ് തലേ ദിവസം പറഞ്ഞ കാരണം അന്ന് പഠിച്ചിട്ടുള്ളൂ ഞാൻ. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് അത് എഴുതാൻ പറ്റി. നല്ല ഇങ്ങനെ ട്യൂഷൻ തന്നെ ഇരിക്കണ കാരണം കൊണ്ട്, ഇതുപോലെ ഡെയിലി എക്സാം ഒക്കെ എടുക്കണ കാരണം കൊണ്ട് അവർക്ക് പിന്നെ സാറുമാർ പറഞ്ഞ ക്വസ്റ്റ്യനുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞ വലിയ കുഴപ്പമുണ്ടായില്ല. എക്സാം എളുപ്പമായിരുന്നു പറഞ്ഞ. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ കുറച്ച് ടഫായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച് ചോദിച്ചപ്പോ. എനിവേ താങ്ക് യു ഫോർ യുവർ ഗുഡ് ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ വിന്നേഴ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ഓക്കെ, നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നത് മനസ്സിലായില്ലേ?